നമസ്കാരം. അങ്ങനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരിക്കുന്നു. ഒരു പുതിയ ലൈസൺ കമ്മിറ്റി കൺവീനർ ഉണ്ടായിരിക്കുന്നു. നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ സ്ഥാനക്കയറ്റം നൽകി പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവുമാക്കിയിരിക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും വലുതാക്കിയെടുക്കുന്നതും പാർട്ടികളുടെ ആഭ്യന്തരങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് നമ്മുടെ ചാനലുകളും ചില പത്രങ്ങളുമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിഭാഗീയത എല്ലാ പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു കൈവയ്പ്പാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സണ്ണി ജോസഫ് പേരാവൂർ MLA ആണ്. 2011 ടീച്ചറമ്മ എന്ന ശ്രീമതി ടീച്ചറെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിച്ചു കയറി വന്നത്. അങ്ങനെ 2016-ലും 2021-ലും 2016-ലെ പിണറായി തരംഗത്തിലും 2021-ലെ കിറ്റ് തരംഗത്തിലും മറിഞ്ഞു വീഴാതെ രക്ഷപ്പെട്ട ഒരാളാണ് സണ്ണി ജോസഫ്. സൗമ്യനായൊരു പ്രാസംഗികനും നഗച്ച സംഘാടകനുമാണ്. അതിലെല്ലാം ഉപരി കർഷക മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ക്രിസ്ത്യൻ ജനവിഭാഗത്തിനിടയിലൊക്കെ തന്നെ നല്ല പ്രാതിനിധ്യവും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ആളാണ്. മറ്റൊരാൾ അടൂർ പ്രകാശ് സാറാണ്. വളരെ അടുത്ത് അറിയാവുന്ന ഒരു മനുഷ്യൻ. 1991 മുതൽ നമ്മുടെ കോന്നിയിൽ മത്സരിച്ച് ജയിച്ചാൽ, കോന്നിയിലൊരു UDFൻ്റെ MLA, ഇപ്പോഴും CPMൻ്റെ പല കേന്ദ്രങ്ങളിലും അടൂർ പ്രകാശ് എന്ന ആൾ മത്സരിച്ചാൽ അവിടെ ഏത് സ്ഥാനാർത്ഥിയെ CPM നിർത്തിയാലും പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. മലയോര ഗ്രാമങ്ങളിലേക്ക് നിരവധി വികസന പ്രവർത്തനം അദ്ദേഹം നടത്തി. ഇന്ന് അവിടെ കാണുന്ന എല്ലാ വികസനങ്ങളും കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളത് അടൂർ പ്രകാശിൻ്റെ സംഭാവനയാണ്. കൂടാതെ അങ്ങ് ദൂരെയുള്ള പ്രദേശങ്ങൾ, വനപ്രദേശത്തോട് അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക് യാത്രാ സൗകര്യവും അവരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അദ്ദേഹം ഒരു ജീപ്പ് വരെ നൽകിയിരുന്ന കാര്യവും എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യമാണ്. വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ, നല്ല സംഘാടകൻ. ആറ്റിങ്ങലിൽ CPMൻ്റെ കോട്ടയിൽ പോയി 2 പ്രാവശ്യമായി മത്സരിച്ചിരിക്കുന്ന ആളാണ്. ഒരുപക്ഷേ UDF കൺവീനറായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റേ വിഷ്ണുനാഥാണ്. അത് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ജയിച്ച ആൾ. കുണ്ടറയിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ജയിച്ച ആൾ വർക്കിംഗ് പ്രസിഡന്റ്. AP അനിൽകുമാർ, അദ്ദേഹം KC വേണുഗോപാലിൻ്റെ നോമിനിയായിട്ടാണ് വരുന്നത്. മറ്റൊരാൾ ഷാഫി പറമ്പിലാണ്. ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണ്. KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന ചെറുപ്പക്കാരനാണ്. മികച്ച സംഘാടകനാണ്. ഈ KPCCക്ക് പ്രസിഡന്റിനെ തേടിയ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പേരാണ് ഷാഫി പറമ്പിലിൻ്റെ. ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും എതിർപ്പില്ലാതെ ഒരു മികച്ച ടീമിനെ കോൺഗ്രസ് മുൻപോട്ട് വെച്ചു എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയൊക്കെ പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ യുദ്ധസമാനമായൊരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അവർ ഇങ്ങനെ ചലവില പറഞ്ഞ് പുറത്തേക്ക് വരാത്തതെന്ന് വിശ്വസിക്കാം. എന്തായാലും ഒരു കണ്ണൂരുകാരൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു കണ്ണൂരുകാരൻ്റെ കയ്യിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം പോകുമ്പോഴും നാം അക്കമിട്ടും അടിവരയിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, ജാതി സമവാക്യങ്ങളും സമവാക്യങ്ങളും ശരിയാക്കിയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് അതിൻ്റെ പാർട്ടിക്ക് അതിൻ്റെ സംഘടനാ നേതൃത്വത്തെ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നാം വളരെ ഗതികേടിലാണെന്ന് വേണം പറയാൻ. അവിടെ തന്നെ നിങ്ങൾ നോക്കുക, മതം റെഡിയാക്കി ക്രിസ്ത്യാനികൾ കുറേ നാളായിട്ട് ക്രിസ്ത്യാനികളായിരുന്നു. ഉമ്മൻചാണ്ടിയും ആൻ്റണിയും പാർട്ടിയിൽ നിന്നും പുറത്തു നിൽക്കുന്ന സമയത്ത്, അതായത് സജീവമല്ലാത്ത സമയത്ത് ക്രിസ്ത്യാനികളിൽ നിന്ന് ആരും ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമം ക്രിസ്ത്യാനികൾക്കുണ്ടെന്നും അങ്ങനെ ക്രിസ്ത്യാനികൾ പ്രപ്പോസ് ചെയ്ത ഒരാളാണ് ആൻ്റണി എന്ന് പറയും. ഏറ്റവും കൂടുതൽ അതിനെ എതിർത്ത് വീഡിയോ ചെയ്ത ഒരാൾ ഞാനാണ്. മറ്റൊരാൾ സണ്ണി ജോസഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ തന്നെ KPCC പ്രസിഡന്റായി വന്നില്ലെങ്കിൽ, മറ്റുള്ള ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല എങ്കിൽ അവർക്ക് എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത് എന്നാണ് ഈ സമൂഹം നമ്മളോട് ചോദിക്കുന്നത്. ഒരു പാർട്ടി ഇങ്ങനെ അധപ്പതിച്ചുകൊണ്ട് അതിൻ്റെ സംഘടനാ സംവിധാനത്തെ ഉടച്ചു വാർക്കാൻ പാടില്ല. ഈഴവനെയും നായരെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒരേപോലെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയെങ്കിൽ സീറ്റ് വിഭജനം നടക്കത്തുള്ളൂ. അതിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ, മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, DCC KPCC പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മ്ലേച്ഛമായ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാനാണെങ്കിൽ പറയും, ഇവിടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തോറ്റു, പകരം ജാതി രാഷ്ട്രീയം ജയിച്ചു എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു നേതാവെന്ന് പറയുന്നവൻ്റെ ജാതിയും മതവും നോക്കിയല്ല നമ്മൾ നേതാവാക്കേണ്ടത്, പ്രവർത്തന മേഖല കൊണ്ടാണ്. ജാതിയും മതവും നോക്കി എടുക്കാനാണെങ്കിൽ നല്ലപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന പലരും ഈ ക്രിസ്ത്യൻ മതത്തിലും നായർ സമുദായത്തിലും ഈഴവ സമുദായത്തിലും ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്നവരില്ലേ, അവരെയും എടുത്താൽ പോരെ. അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യക്ഷന്മാരെ കൊണ്ടുവന്നതിൻ്റെ പ്രസിഡന്റാക്കി അങ്ങ് ഇരുത്തിയാൽ പോരെ. പക്ഷേ അത് തെറ്റായൊരു നടപടിയാണ്, കീഴ്വഴക്കമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ഇത്തരുണത്തിൽ പറയാനുള്ളത്. കോൺഗ്രസിന് പക്ഷേ രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കാം, കച്ചിത്തുരുമ്പായിരിക്കാം. സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ മികച്ച ടീമിൻ്റെ കീഴിൽ ഷാഫി പറമ്പിലിനെ പോലെ, അടൂർ പ്രകാശിനെ പോലെ, AP അനിൽകുമാറും വിഷ്ണുനാഥും ഒക്കെ പെരുമാറിയാൽ
ഒരുപക്ഷെ 2026 കോൺഗ്രസിൻ്റേതാകും അല്ലെങ്കിൽ UDFിൻ്റേതാകും നമുക്ക് കരുതാം. പൊട്ടിത്തെറികളൊന്നുമില്ലാതെ ഒരു ഇലക്ഷനെ നേരിടാൻ ഇവർ കഴിയട്ടെ എന്ന് മാത്രമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളൂ. ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ഈ ജാതി സമവാക്യങ്ങൾ മാറ്റി വ്യക്തിത്വമുള്ള ആൾക്കാരെ പാർട്ടിയിലായാലും ഏത് പ്രസ്ഥാനത്തിലായാലും മുമ്പോട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോയതിനു ശേഷവും നിയമസഭയിൽ നിന്ന് പൊരുതിയ ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടനെ പോലെയുള്ളവരെ ഈ പാർട്ടിക്കാർ പൊക്കിക്കൊണ്ട് വരില്ല. കാരണം ഒരു പാർട്ടിക്കാരനും അയാൾ വേണ്ട. കാരണം അനീതിക്കെതിരെ പോരാടുന്ന ആളാണ്, അഴിമതിക്കെതിരെ പോരാടുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വേണ്ട എന്നുള്ളതാണ് സത്യം. VD സതീശൻ നിയമസഭയ്ക്ക് ഉഗ്രമായ രീതിയിൽ ശകാരവർഷങ്ങളും ധാർഷ്ട്യവും കാണിക്കാറുണ്ട്. പുറത്ത് പ്രതിപക്ഷ നേതാവെന്നതിൽ അദ്ദേഹം തീർത്തും ഒരു പരാജയമാണ്. പരാജയമായൊരു പ്രതിപക്ഷ നേതാവിനെയും പരാജിതരായ പ്രതിപക്ഷ അംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് വേണം സണ്ണി ജോസഫിനും ടീമിനും പുതിയ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ. അവർക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ. അപ്പോഴും വീണ്ടും പറയുന്നു, ഇങ്ങനെ ജാതിയും മതവും ചോദിച്ചുള്ള പരിപാടി പാടില്ല, അത് തെറ്റാണ്. നമ്മൾ ജാതിക്കും മതവും ചോദിച്ച് വെടിവെച്ച് കൊന്നവനെ പറ്റി വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതിന് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പാർട്ടി അതിൻ്റെ സംസ്ഥാന നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതിയും മതവും നോക്കി എന്ന് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ, അത് വളരെ വലുതാണ്. നന്ദി, നമസ്കാരം.